ലൈംഗിക അപവാദ ആരോപണങ്ങളിൽ വില്ലൻ കഥാപാത്രമായി അവതരിപ്പിക്കപ്പെടുകയും പിന്നീട് 3 ബലാത്സംഗ കേസുകളിൽ പ്രതിയാക്കപ്പെടുകയും ചെയ്തതോടെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന യുവ രാഷ്ട്രീയ നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലും രാഹുലിനെതിരെ നടന്ന രാഷ്ട്രീയ വേട്ടയാടലാണ് ഇത്തരം കേസുകൾ എന്ന് വിശ്വസിക്കുന്ന വലിയൊരു ജനസമൂഹം കേരളത്തിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. സ്ത്രീകളടക്കം വലിയൊരു വിഭാഗത്തിൻ്റെ പിന്തുണ രാഹുൽ മാങ്കൂട്ടം ഈ ഘട്ടത്തിലും ആസ്വദിക്കുന്നുമുണ്ട്. അതിനാൽ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ടായില്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് മേൽ അത് വലിയ തിരിച്ചടിയേൽപ്പിക്കും എന്ന കൃത്യമായ തിരിച്ചറിവും രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. പല ഘട്ടത്തിലും കോൺഗ്രസിലേക്ക് ഒരു മടങ്ങിവരവിന് രാഹുൽ ശ്രമിച്ചെങ്കിലും നേതൃത്വം അതിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം നേതാക്കൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉണ്ടെങ്കിൽ കൂടിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും കടുത്ത എതിർപ്പാണ് രാഹുലിൻ്റെ കോൺഗ്രസിലേക്കുള്ള മടങ്ങിവരവിന് വിഘാതമായിരിക്കുന്നത് എന്നതും യാഥാർത്ഥ്യമാണ്. ഈ പശ്ചാത്തലത്തിൽ എങ്ങനെ തൻ്റെ രാഷ്ട്രീയ പ്രസക്തി നിലനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരുവാൻ കഴിയുമെന്ന കാര്യക്ഷമമായ ആലോചനകൾ രാഹുൽ ക്യാമ്പിൻ്റെ ഭാഗത്തു നിന്ന് ഏതാനും ദിവസങ്ങളായി ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് താൻ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്ന താൻ MLA ആയിരിക്കുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ സാധ്യതകൾ രാഹുൽ ആരായുകയും ഇതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ഏജൻസിയെ നിയോഗിച്ച് സർവേ പഠനം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. എന്നാലും ആ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ അലട്ടിയിരുന്ന പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് തൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരു ബാധ്യതയായി മാറിയാൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ തൻ്റെ സ്ഥാനാർത്ഥിത്വം മൂലം കോൺഗ്രസിന് പരാജയമുണ്ടാകുന്ന സാഹചര്യമുണ്ടായാൽ അത് തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും താൻ പാർട്ടിയെ നിർണായക ഘട്ടത്തിൽ ഒറ്റുകൊടുത്തവൻ എന്ന രീതിയിൽ മുദ്ര ചാർത്തപ്പെടുമെന്നുമുള്ള ഭയവും രാഹുലിനുണ്ട്. അതിനാൽ തന്നെ വളരെ ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും ഏതു വിധേനയും പാർട്ടിയിലേക്ക് തിരിച്ചു വരുവാനുള്ളൊരു സാഹചര്യം ഒരുക്കിക്കൊണ്ട് മത്സരരംഗത്ത് പ്രാതിനിധ്യം ഉറപ്പിക്കുവാനുമാണ് രാഹുൽ ആഗ്രഹിച്ചിരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചും രാഹുലിനെ അകറ്റി നിർത്തുന്നത് ഗുണകരമാവില്ല എന്ന ആശങ്ക നേതൃത്വത്തിലെ ഒരു വിഭാഗം ശക്തമായി ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് CPMൻ്റെയും പിണറായി വിജയൻ്റെയും കുടിലമായ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഇരയാണ് രാഹുലെന്ന് കോൺഗ്രസ് UDF അനുഭാവികളിൽ വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നതിനാൽ തന്നെ രാഹുലിനെ കഴിയാവുന്ന വിധത്തിൽ ചേർത്ത് നിർത്തണമെന്ന അഭിപ്രായ പ്രകടനം പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിലും ശക്തമായി UDFന് നേരെയും കോൺഗ്രസിന് നേരെയും ഉയർന്നു വരുന്നുമുണ്ട്. ഈ ഘട്ടത്തിൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത ഒരു പരിഹാരം ഈ വിഷയത്തിൽ കാണുന്നതിനായി കോൺഗ്രസ് ഇപ്പോൾ നിർണായകമായ ചില തീരുമാനങ്ങളിലേക്ക് എത്തുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും വിശ്വസനീയമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ആലോചനകളുടെ ഭാഗമായി തന്നെയാണ് പാലക്കാട് MP കൂടിയായ VK ശ്രീകണ്ഠൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ കൂടി അറിവോടുകൂടി അദ്ദേഹം നയിക്കുന്ന പുതുയുഗയാത്ര അടൂരിലെത്തിയപ്പോൾ രാഹുലിൻ്റെ സ്വദേശമായ അടൂരിലെത്തിയപ്പോൾ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടവുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ശ്രീകണ്ഠനും രാഹുലും ഉൾപ്പെടെയുള്ളവർ ഇതിൽ അസ്വാഭാവികതയില്ല എന്നാണ് പ്രതികരിച്ചത്. എന്നാൽ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവും ഇതിൽ അസ്വാഭാവികതയില്ല എന്ന് പ്രതികരിച്ചപ്പോൾ രാഹുലിനെ ഒരു പൊതുസ്ഥലത്ത് വെച്ച് കണ്ടാൽ താനും സംസാരിക്കുമെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ ഇത് ഒരു മഞ്ഞുരുക്കത്തിൻ്റെ സൂചനയായും രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നത്തിലല്ലെങ്കിൽ കൂടിയും രാഹുലിന് ഒരു നിയോജക മണ്ഡലത്തിൽ പിന്തുണ നൽകുവാൻ കോൺഗ്രസ് തയ്യാറാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അത് മറ്റൊരു നിയോജക മണ്ഡലവുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് മണ്ഡലമായ ധർമ്മടത്തു നിന്ന്, കണ്ണൂരിലെ ധർമ്മടത്തു നിന്നായിരിക്കും രാഹുൽ മാങ്കൂട്ടൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കുക. ഇത്തരമൊരു നിർദ്ദേശം രാഹുലിന് മുന്നിലേക്ക് വെച്ചിട്ടുള്ളതും കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നേതൃത്വം തന്നെയാണ്. അത്തരത്തിൽ രാഹുൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രിക്കെതിരെ CPMൻ്റെ പൊന്നാപുരം കോട്ടയായി വിലയിരുത്തപ്പെടുന്ന ഒരു മണ്ഡലത്തിലെത്തിയാൽ അത് മത്സരത്തിൻ്റെ ചൂടും ചൂരും വർദ്ധിപ്പിക്കുമെന്നും പിണറായിയെ വലിയൊരു പരിധിവരെ നിയോജക മണ്ഡലത്തിൽ തളച്ചിടുവാൻ ഇത് സഹായകരമാകുമെന്നുമുള്ള വിലയിരുത്തലും രാഷ്ട്രീയ ഉപദേശകരിൽ നിന്ന് കോൺഗ്രസിന് ലഭിച്ചിട്ടുമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് VK ശ്രീകണ്ഠൻ രാഹുലിനോട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ധർമ്മടത്ത് നിന്നാവണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇത്തരമൊരു തീരുമാനത്തിന് രാഹുൽ തയ്യാറായാൽ പൂർണ്ണമായും UDFൻ്റെ പിന്തുണ രാഹുൽ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ഇവിടെ പ്രഖ്യാപിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് VK ശ്രീകണ്ഠൻ രാഹുൽ മാങ്കൂട്ടത്തോട് ബോധിപ്പിച്ചിരിക്കുന്നത്.
രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിലേക്ക് തിരികെ വരുവാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടിയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു ഹൈ പ്രൊഫൈൽ പോരാട്ടത്തിൽ UDFിൻ്റെ കുന്തമുനയായി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സ്വയം മത്സരരംഗത്തേക്ക് കടന്നു വരുവാൻ കിട്ടുന്ന ഈ അവസരമെന്ന് പറയുന്നത് ഒരു സുവർണാവസരമാണ്. ആത്യന്തികമായി തെരഞ്ഞെടുപ്പിന് ശേഷം തൻ്റെ പാർട്ടിയിലേക്കുള്ള മടങ്ങിവരവിനും ഇത്തരം ഒരു സാഹചര്യം സഹായിക്കുമെന്നും രാഹുൽ ക്യാമ്പും രാഹുൽ മാങ്കൂട്ടവും വിശ്വസിക്കുന്നുണ്ട്. VK ശ്രീകണ്ഠൻ്റെയും ഷാഫി പറമ്പിലിൻ്റെതും ഉൾപ്പെടെ പാർട്ടിയിലെ വലിയൊരു വിഭാഗം നേതാക്കളുടെ പിന്തുണയോടുകൂടി തന്നെയാണ് ഇത്തരമൊരു നിർദ്ദേശം പാർട്ടി നേതൃത്വം രാഹുലിന് മുമ്പിലേക്ക് അനൗപചാരികമായി എത്തിച്ചിരിക്കുന്നത്. രാഹുൽ ഈ തീരുമാനത്തോട് ഏറ്റവും അനുകൂലമായി പ്രതികരിച്ചിരിക്കുന്നുവെന്നും ധർമ്മടത്ത് നിന്ന് മത്സരിക്കുവാൻ തൻ്റെ സന്നദ്ധത അറിയിച്ചിരിക്കുന്നുവെന്നുമുള്ള അനൗപചാരിക റിപ്പോർട്ടുകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിലൊരു തീരുമാനവുമായി രാഹുൽ മാങ്കൂട്ടം മുൻപോട്ട് പോകുകയാണെങ്കിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ ധർമ്മടത്തെത്തി അവിടെ സജീവമാകുവാനും പ്രചരണം അനൗപചാരികമായി ആരംഭിക്കുവാനും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരും ആലോചിക്കുന്നുണ്ട്. രാഹുൽ ഇങ്ങനെ ധർമ്മടത്ത് നിന്ന് പിണറായിക്കെതിരെ സ്ഥാനാർത്ഥിയാകുന്ന പശ്ചാത്തലത്തിൽ പിണറായി വിജയനെതിരെ രാഹുലിൻ്റെ പതിവ് ശൈലിയിൽ കടുത്ത ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ടായാൽ ആത്യന്തികമായി അത് കോൺഗ്രസിനും UDFിനും ഗുണം ചെയ്യുമെന്നും രാഹുലിനെ ചേർത്ത് നിർത്തി എന്നുള്ള ഒരു പരിഹാരം ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാൻ കഴിയുമെന്നുമുള്ള ആത്മവിശ്വാസവും കോൺഗ്രസ് കേന്ദ്രങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പുലർത്തുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഇത്തരത്തിൽ സമാനമായ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് നേതാവായ മുൻ ഇടത് MLA ആയ PV അൻവറാണ്. പിണറായി വിജയൻ്റെ മരുമകനായ മുഹമ്മദ് റിയാസിനെതിരെ ബേപ്പൂർ മണ്ഡലത്തിലാണ് PV അൻവർ അനൗപചാരികമായി പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്. അൻവറിൻ്റെ ഈ ഒരു പ്രചരണ തന്ത്രം വലിയ മുന്നേറ്റവും ആധിപത്യവും UDFിന് ഈ നിയോജക മണ്ഡലത്തിൽ നൽകിയിട്ടുണ്ട്. CPMൻ്റെ ഉരുക്കുകോട്ടയായ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ ഒരുപക്ഷെ PV അൻവർ ജയിക്കുവാനുള്ള സാധ്യതകളെക്കുറിച്ച് പോലും വോട്ടർമാർ സജീവമായി ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ ആണെന്നുള്ളത് UDFിന് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമായി വിലയിരുത്തപ്പെടുന്ന സാഹചര്യത്തിലാണ്. സമാനമായ ഒരു തന്ത്രം ധർമ്മടത്തും പുറത്തെടുക്കുവാൻ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ രാഹുലിനെ ഉപയോഗിക്കുവാൻ പോകുന്നതെന്നാണ് അറിയുവാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് രാഷ്ട്രീയമായി പിണറായി വിജയനാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്നും നമുക്ക് അറിവുള്ള കാര്യമാണ്. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ മോർച്ചയുടെ ചൂടും ചൂരും കുറയ്ക്കാതെ മുഖ്യമന്ത്രിയെ വിജയ എന്ന് ആവർത്തിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാകുവാനും അതുവഴി വലിയൊരു ട്രെൻഡ് സൃഷ്ടിക്കുവാനും രാഹുലിന് സാധിക്കും. കോൺഗ്രസ് നേതൃത്വമോ രാഹുൽ മാങ്കൂട്ടമോ ധർമ്മടത്ത് അത്ഭുതങ്ങൾ നടക്കുമെന്നോ രാഹുലിന് മുമ്പിൽ പിണറായി വിജയൻ പരാജയപ്പെടുമെന്നോ വിലയിരുത്തുന്നില്ല. എന്നാൽ പോലും മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷം കുത്തനെയിടിക്കുന്ന ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായാൽ താൻ കോൺഗ്രസ് പ്രവർത്തകരുടെ വീരപുത്രനായി വീണ്ടും മാറുമെന്നുള്ള ആത്മവിശ്വാസമാണ് രാഹുൽ തൻ്റെ ഏറ്റവും അടുപ്പക്കാരോട് ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ രാഹുലിനെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് രാഹുലിൻ്റെ കൂടി നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ രാഹുലിന് പകരക്കാരനെ കണ്ടെത്തുവാനുള്ള നീക്കങ്ങളിലേക്കും കോൺഗ്രസ് പാർട്ടി കടന്നിരിക്കുന്നത്. നമുക്കറിയാം, സിനിമാ മേഖലയിൽ നിന്ന് കോൺഗ്രസിനോട് ആഭിമുഖ്യവും അനുഭാവവും പരസ്യമായി പുലർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് രമേശ് പിഷാരടി. നേരത്തെ മുതൽ തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ K ബാബുവിൻ്റെ അഭാവത്തിൽ പിഷാരടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങളും പടർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് രാഹുലിൻ്റെ കൂടി അഭ്യർത്ഥന പ്രകാരം രമേശ് പിഷാരടിയെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുവാനാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയായി വരാത്ത സാഹചര്യത്തിൽ കൂടി ഷാഫി പറമ്പിൽ മത്സരരംഗത്തില്ലാത്ത സാഹചര്യത്തിൽ കൂടിയും 2011 മുതൽ തുടർച്ചയായി തങ്ങൾ വിജയിച്ചു പോരുന്ന പാലക്കാട് നിയോജക മണ്ഡലം BJPക്ക് വലിയ കരുത്തുള്ള അവർ തുടർച്ചയായി 2ാം സ്ഥാനത്തെത്തുന്ന ഈ നിയോജക മണ്ഡലം നിലനിർത്തേണ്ടത് അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ താരപരിവേഷമുള്ള ജനങ്ങളുമായി അടുത്തിടപഴകുവാൻ സാധിക്കുന്ന അത്യന്തം അടിമുടി കോൺഗ്രസ്സുകാരനെന്ന് പരസ്യമായി ഇടതു ഭരണകാലത്ത് പോലും നിലപാട് സ്വീകരിച്ചിട്ടുള്ള രമേശ് പിഷാരടിയെ ഇവിടെ അവതരിപ്പിച്ചാൽ അത് തങ്ങളുടെ വിജയസാധ്യതയ്ക്ക് കൂടുതൽ കരുത്തു പകരുമെന്ന വിലയിരുത്തലും നേതൃത്വം പങ്കുവെക്കുന്നുണ്ട്. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായ ഈ വിവാദങ്ങളുടെ ഘട്ടത്തിൽ പോലും രാഹുലിനെ തള്ളിപ്പറയുവാൻ തയ്യാറാകാതിരുന്ന രമേശ് പിഷാരടിയെ പാലക്കാട് നിയോജക മണ്ഡലത്തിലും അതുപോലെ തന്നെ പിണറായി വിജയനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രാഹുലിനെ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പിന്തുണ നൽകുവാനുമുള്ള കാര്യക്ഷമമായ നീക്കങ്ങളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടന്നിരിക്കുന്നു എന്നാണ് വിശ്വസനീയമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു തിരിച്ചുവരവിന്, ഒരു ഉയർത്തെഴുന്നേൽപ്പിന് ഈ നീക്കം എത്രമാത്രം സഹായകരമാകും എന്ന് വിലയിരുത്തുവാൻ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെയും നാം കാത്തിരിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഈ ഘട്ടത്തിൽ കോൺഗ്രസിനും രാഹുൽ മാങ്കൂട്ടത്തിനും നടത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച നീക്കമാണ് പിണറായി വിജയനെതിരെ അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരിക എന്നുള്ളതാണ് പൊതുവിലയിരുത്തൽ. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട്, ഈ രാഷ്ട്രീയ വിവരങ്ങൾ പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.